അങ്ങനെ ഹീറോയിൻ ഹീറോയുടെ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ കോള് വരികയാണ്. സത്യത്തിൽ അവളെ അച്ഛനാണ് കൊന്നത്, അതും സ്വത്തിനു വേണ്ടി. ആദ്യം അയാൾ അവളുടെ അമ്മയാണ് കൊന്നത്, അതും അവരുടെ സ്വത്ത് നേടാൻ. പക്ഷെ അമ്മ ഇതിനകം തന്നെ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നു. അതൊക്കെ ഓർത്തിരിക്കുമ്പോൾ അച്ഛൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നിന്നെ ഒരുത്തൻ കിഡ്നാപ്പ് ചെയ്തല്ലോ, സത്യമാണോ? കഴിഞ്ഞ ജന്മത്തിൽ ഹീറോ തട്ടിക്കൊണ്ടു പോയപ്പോൾ ഇവർ വിഷമിച്ചിരുന്നില്ല. ഹീറോയുടെ കൈ കൊണ്ട് മരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതിനാൽ അവൾ എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടില്ല. മനസ്സോടെ ഞാൻ ഹീറോയ്ക്കൊപ്പം പോയതാണ്. പക്ഷെ അവർ അവളെ തിരിച്ചു വരുത്താനായിട്ട് അവൻ നിന്നെ കൊല്ലും, നീ എന്തായാലും തിരിച്ചു വരേണ്ടതാണെന്ന് പറയുമ്പോൾ അവൾ വരാൻ തന്നെ കൂട്ടാക്കില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോകുന്ന നിലയിൽ ഇവർ അവളെ തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു പ്ലാൻ ഇടുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അവളെ ശ്വാസം മുട്ടിച്ച് കൊന്നയിടത്തിലേക്ക് ഇവരെത്തി. അവളെ വിളിച്ച് അമ്മയും അച്ഛനും മൗണ്ടിൽ കുടുങ്ങി വേഗം അവളോട് വരാനായി പറയുന്നു. ഇവളും അമ്മയും അവളെ കൊന്നതിൻ്റെ പ്രതികാരം വീട്ടാനായി വീട്ടിലെ ബട്ട്ലനോട് പറഞ്ഞ് ഇറങ്ങി. രാത്രിയാകുമ്പോൾ അവൾ വന്നതേയില്ല. ഹീറോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹീറോ വേഗം കാർ എടുത്ത് അന്വേഷിക്കാൻ ഇറങ്ങി. എന്നാൽ ഹീറോ പോയി കഴിയുമ്പോഴാണ് അവൾ സാധനങ്ങളുമായിട്ട് തിരിച്ചെത്തുന്നത്. ഹീറോ ഇപ്പോഴാണ് മാഡത്തിനെ അന്വേഷിച്ചിറങ്ങിയത്. എവിടെയായിരുന്നു മാഡം എന്ന് ചോദിക്കുമ്പോഴാണ് ഇന്നത്തെ ഡേറ്റ് മാർച്ച് 16-ാം തീയതിയാണെന്ന് അറിയുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഇത് ദിവസം ഹീറോയുടെ ശത്രുക്കൾ പതിഞ്ഞിരുന്ന് ആക്രമിച്ചിരുന്നു. ഹീറോയ്ക്ക് അതിൽ ഗുരുതരമായ പരിക്കുമേറ്റു. സോ അവൾ ആ സാധനങ്ങൾ ബട്ട്ലനെ ഏൽപ്പിച്ച് ഓടിപ്പോവുകയാണ്. ഇവിടെ ശത്രുക്കൾ ഹീറോയെ ആക്രമിക്കാനെത്തി. ഹീറോയെ കൊല്ലാനായി പോയപ്പോൾ അവളാകും കറക്റ്റ് ടൈമിൽ ഹീറോയെ രക്ഷിക്കുന്നത്. തുടർന്ന് പാട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം.